ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയായിരുന്നു. അപ്പോഴത്തേക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ ലോക്കൽസ് വന്നിട്ട്, അതായത് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകൊച്ച് മാത്രം ഉണ്ട് എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വന്ന് വളരെ മോശമായിട്ട് സംസാരിക്കുകയും അത് തിരിച്ച് ചോദ്യം ചെയ്യാൻ എന്നെ നേരെ എൻ്റെ ദേഹത്ത് കൈവച്ച് അടിക്കുകയും ഇടിക്കുകയും തറയിലിട്ട് ചവിട്ടുകയും ചെയ്ത്. അപ്പോഴത്തേക്ക് ഇത് കണ്ട് പിടിച്ചു മാറ്റാൻ വന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അവരും ഈ അടിയുടെ ഇടയിൽ എവിടെയും മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടെ വന്ന ആ ചെറുക്കൻ പോലും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ട് ആ ചെറുക്കനെ പിടിച്ച് മാറ്റി അവിടെ നിർത്തിയിട്ട് എന്നെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തത്. മുഖത്തടിച്ച് കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് തറയിലിട്ട് ചവിട്ടി തേച്ച് ചെയ്ത്. ഞാൻ പല്ലിന് ആട്ടമുണ്ട്, മുഖത്തിന് ഫ്രാക്ചറുണ്ട്, പൊട്ടലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവിടുത്തെ നാട്ടുകാർക്ക് ഓൾറെഡി പ്രശ്നമുണ്ട്. ഈ കമ്പനി അടുത്ത് കിടക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന പിള്ളേർ ഈ റോഡിൽ കൂടെ പോകുന്നത് അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അവർ പറയുന്നൊരു ന്യായം എന്ന് വെച്ചാൽ ഈ ആണും പെണ്ണും നിന്ന് അവർ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. പക്ഷെ എന്ത് തെണ്ടിതരവും അനീതിയൊക്കെയാണ് ഇവന്മാർ കാണിക്കുന്നത്. ഒരു കമ്പനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ, കമ്പനി മുഴുവൻ ദോഷമുണ്ടെങ്കിൽ ഒന്നുകിൽ അധികാരികൾക്ക് പോയി പരാതി പറയുക, അല്ലെങ്കിൽ അവിടെ മാന്യമായിട്ട് സമരം ചെയ്യുക. ഇതൊന്നും ആ കാര്യം അതിനകത്ത് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ അവിടെ വരുന്ന സ്റ്റാഫുകളെ കിടന്ന് ആക്രമിക്കണം, അത് വളരെ വളരെ ഒരു തെറ്റായ രീതിയാണ്. ഇവർ സമരമെന്നോ രീതിയൊന്നും പറയാൻ പറ്റില്ല. ഇത് ക്രിമിനലുകളാണ് ഇവർ വേണ്ട വിധം എടുത്ത് കൈകാര്യം ചെയ്യേണ്ട സമയം പണ്ടേ അതിക്രമിച്ചിരുന്നു. നമ്മുടെ ഈ ഇന്ത്യയിലും ഈ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് ഈ പബ്ലിക്കായിട്ട് ഇവരെ ആക്രമിക്കുന്നത്. മറ്റു വല്ല രാജ്യങ്ങളാണെങ്കിൽ അവന്മാർ ഒന്നേ ആക്രമിക്കുള്ളൂ, പിന്നെ അവന്മാർ നേരെ പരലോകത്തേക്ക് പോകും. അതുപോലെ ഇവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വൈകുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ കമ്പനി ഉടമ നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആക്രമിച്ചതിന് തുല്യമാണ്. വേറെ കമ്പനി നടത്തുന്നതിന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതിനും ഒരാണും പെണ്ണും സംസാരിക്കുന്ന ഇവന്മാർക്ക് അത്ര ചൊറിച്ചിൽ തന്നെ. എല്ലാത്തിലും ഈ അസൂയ ഇതും കലർത്തിക്കൊണ്ടാണെന്ന് എനിക്ക് മിക്കവാറും തോന്നുന്നത്. എന്തൊക്കെ ആയിരുന്നാൽ പോലും ഈ പറയണവന്മാർക്ക് എന്തെങ്കിലും കമ്പനീനെ കുറിച്ച് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട അധികാരികളെ അറിയിക്കേണ്ട കാര്യമാണ്. കാരണം അവിടുത്തെ പാവപ്പെട്ടവർ അവരൊരു കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ ഈ കമ്പനി വന്ന് ജോലി ചെയ്യണേ. കയറിയിട്ട് ചവിട്ടി ഷിഫ്റ്റ് മാറി ആണിനും പെണ്ണിനും വേറെ രീതിയിലൊക്കെയാണ്. അതൊക്കെ വളരെ വളരെ തെറ്റായ കാര്യമാണ്. കാരണം ഇവർ എന്നോട് ആ കമ്പനിയിൽ നിന്ന് തന്നെ ഇവർ ഒരുമാതിരി ചെറ്റത്തരമൊക്കെ കാണിക്കണം. ഇത്ര ആൾക്കാർക്കെതിരെ വേണ്ട നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.